ഇന്നത്തെ ഈ രാവിൽ തനസ്സലുൽ മലായിക വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ രാവിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഈ രാവിൽ ഒരുപാട് മഹാത്മ്യങ്ങളുണ്ട്, ഈ രാവിൽ ഒരുപാട് പുണ്യങ്ങളുണ്ട്. അല്ലാഹുവേ തനസ്സലുൽ മലായികതു വറൂഹ്, അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് അവിടുന്ന് റൂഹുകൾ കടന്നു വരുമെന്ന് പറയുമ്പോ അത് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന അഭിപ്രായമുണ്ടല്ലോ. ഒരഭിപ്രായത്തിൽ പറയുന്നു ചില ആളുകൾ 27-ാം രാവ് കടന്നു വരുമ്പോ അല്ലാഹുവേ സ്വന്തം ഉമ്മക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നവരുണ്ട്, സ്വന്തം ബാപ്പയ്ക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നവരുണ്ട്, സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ഹദിയ ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം ചില മഹല്ലുകളില് 27-ാം രാവെന്ന് കടന്നു വരുമ്പോ അന്ന് പള്ളിയിലെ ഉസ്താദുമാർക്ക് ആ നാട്ടിലുള്ള സാധുക്കൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് സ്വതക്ക ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കുന്ന വാക്കെന്തെന്നറിയോ? ഇന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവാ, എന്റെ ഉമ്മാനെ മറക്കല്ലേ, എന്റെ ഉമ്മയെ മറക്കല്ലേ, എന്റെ ബാപ്പയെ മറക്കല്ലേ. ഇവിടെ നമ്മൾ ഒന്ന് പഠിക്കണം. തനസ്സലുൽ മലായികതു വറൂഹ്, അല്ലാഹുവേ വാനലോകത്തും ആത്മാക്കൾ കടന്നു വരുമെന്ന് പറയുമ്പോ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന കാണാ, നിങ്ങളുടെ ഉമ്മയുടെ, നിങ്ങളുടെ ബാപ്പയുടെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ, നിങ്ങളുടെ കൂടപ്പിറപ്പുകളുടെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ, നിങ്ങളുടെ കൂട്ടുകാരുടെ ആത്മാക്കൾ കടന്നു വരികയാ. അല്ലാഹുവേ എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു, എന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു, എന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു, എന്റെ കൂട്ടുകാരെന്ത് ചെയ്യുന്നു? നിങ്ങളുടെ വീട്ടിൽ അവർ വന്നുകൊണ്ട് നോക്കുകയാണ്, എന്റെ മക്കൾ എന്നെ പറ്റി ഓർക്കുന്നുണ്ടോ, എന്റെ മക്കൾ എനിക്ക് ദുആ ചെയ്യുന്നുണ്ടോ, എന്റെ മക്കൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതുന്നുണ്ടോ, എന്റെ മക്കൾ എനിക്ക് വേണ്ടി യാസീൻ ഓതുന്നുണ്ടോ? തനസ്സലുൽ മലായിക, അല്ലാഹുവിന്റെ മാലാഖമാര് കടന്നു വരുമെന്ന് പറഞ്ഞു. റൂഹും കടന്നു വരുമെന്ന് പറയുമ്പോ അവിടെ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗം ആളുകളും രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാമുന ശരീഅ റളിയല്ലാഹു അൻഹുവിനെ കണക്കുള്ളവർ അവിടെ നിന്ന് വ്യക്തമായി പറയാ, നിങ്ങളുടെ വിട പറഞ്ഞു പോയ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ആത്മാക്കൾ കടന്നു വരുമെന്നാ. ഇൻഷാ അല്ലാഹ് നമുക്ക് അവർക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യണ്ടേ? നിങ്ങൾ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്തവരാണ്. അല്ലാഹുവേ നമ്മൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ കൊടുക്കുന്നത്? നമുക്ക് വേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറായ നമ്മുടെ പുന്നാര ഉമ്മമാരിൽ, പുന്നാര വാപ്പമാരിൽ പലരും നിന്ന് ഖബറിലാണ്. അല്ലാഹുവേ 27-ാം രാവിന്റെ മഹത്വം കൊണ്ട് വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങള് സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ, നരകത്തിന്റെ കുണ്ടാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ അവരെ പറ്റി ഓർക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ലോ. ലക്ഷങ്ങൾ വാരി എറിയുന്നവരാ നമ്മള്, ലക്ഷങ്ങൾ കൊടുക്കുന്നവരാ നമ്മള്. എന്നാലും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉപ്പക്ക് വേണ്ടി, നിങ്ങളുടെ ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ഹദിയ ചെയ്തതിന്റെ കാരണം എന്തെന്നറിയോ? അത് പ്രിയപ്പെട്ട ഉമ്മാടെ ഉപ്പാടെ ആത്മാവ് വരുമ്പോ എന്റെ മകൻ എന്നെ ഓർത്തെന്ന് പറയാൻ, എന്റെ മകൾ എന്നെ ഓർത്തെന്ന് പറയാൻ, എന്റെ പ്രിയപ്പെട്ടവരെന്നെ ഓർത്തെന്ന് പറയാൻ. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ ഈ രാവിലെ നമ്മുടെ ഉമ്മക്ക് വേണ്ടി നമുക്കൊന്ന് ഫാത്തിഹ ഓതണം, നമ്മുടെ ബാപ്പമാർക്ക് വേണ്ടി ഫാത്തിഹ ഓതണം, നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞു പോയവർക്ക് വേണ്ടി ഫാത്തിഹ ഓതണം, നമ്മുടെ ഭാര്യമാർ വിട പറഞ്ഞവരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ഫാത്തിഹ ഓതണം, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ വിട പറഞ്ഞവരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ഫാത്തിഹ ഓതണം ഇൻഷാ അല്ലാഹ്. അതുപോലെ നമുക്ക് നിറഞ്ഞ മനസ്സോടെ 13 പ്രാവശ്യം സൂറത്തുൽ ഖദറും നമുക്ക് ഓതണം. ഒരുപാട് ദിക്റുകൾ നമുക്ക് ചൊല്ലണം. അല്ലാ റഹീമായ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. സഹോദരങ്ങളെ, ഈ രാവും ഈ ദിവസവും എല്ലാം ഒരുപാട് പുണ്യം നിറഞ്ഞതാണ്, ഒരുപാട് സന്തോഷം നിറഞ്ഞതാണ്, ഒരുപാട് ആനന്ദം നിറഞ്ഞതാണ്, ഒരുപാട് ആഹ്ലാദം നിറഞ്ഞതാണ്. എനിക്കൊരു പവറുമില്ല. ഈ രാവിന്റെ മഹത്വങ്ങളും, ഈ രാവിന്റെ സന്തോഷങ്ങളും, ഈ രാവിന്റെ ഓരോ ആനുകൂല്യങ്ങളും ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കും. അപ്പൊ നന്മകൾ ചെയ്യാം. എല്ലാവരും ചൊല്ലിക്കേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പാപിയായ ഞങ്ങളെ കാക്കണേ മരണം വരെ, പാപമില്ലാതാക്കണേ മന്നവാഹു ഫുറാനന. ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ് ലൈലത്തുൽ ഖദ്റിൻ ദിനം ലൈലിലായി നാം വന്നതാ കാക്കണേ യാ റബ്ബന കനിവരുളോ മന്നവാ ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആരിലും ആനന്ദമേ ആരിലും സന്തോഷമേ കൈകൾ ചെയ്തൊരു പിഴവിനെ മാപ്പരുളൂ റബ്ബന. നിറഞ്ഞ മനസ്സോടെ ചെല്ലു പെങ്ങളെ, ചെറുപ്പക്കാരാ, നിങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരിക്കുന്നവരാ, ആ വീട്ടിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ കലിമത്ത് മുഴങ്ങട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കണ്ണുകൾ കൊണ്ടും അതേ പിഴവുകൾ നാം ചെയ്തതേ മാപ്പരുളൂ റബ്ബന ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കാതുകൊണ്ട് പിഴവുകൾ ചെയ്തു പോയ പാപികൾ നീട്ടിടുന്നു റബ്ബന തട്ടിടല്ലേ മന്നവാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖൽബുകൾ കൊണ്ടും അതേ തെറ്റുകൾ നാം ചെയ്തതേ മാപ്പരുളൂ റബ്ബന ഇഗ്ഫിർ ലനാ ഗുഫ്റാനനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ രാവിൽ ലൈലത്തുൽ ഖദ്റിനെ കാത്തുകൊണ്ടിരിക്കുന്ന ഈ രാവിൽ അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുകയാണല്ലോ, ഞങ്ങളെ തട്ടല്ലേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ, പടച്ചോനെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം തരണേ അല്ലാ. അല്ലാഹുവേ ഈ രാവ് കഴിയുമ്പോ പാപങ്ങളില്ലാതെ തിന്മകളില്ലാതെ തെറ്റുകളില്ലാതെ വിട പറയുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അപ്പൊ ലൈലത്തുൽ ഖദ്റിൽ നമ്മൾ ഇപ്പോ ചില ആളുകൾ പറയും, ഉസ്താദേ ഇപ്പൊ തൗബ ചെയ്യേണ്ട ദിവസമല്ലേ, അപ്പൊ തൗബ ഇപ്പൊ എങ്ങനെ ചെയ്യാനാണ്? ഒരാൾ ചൊല്ലിക്കൊടുക്കുക, ഒരാൾ ഏറ്റു പറയാ. യഥാർത്ഥത്തിൽ ഇപ്പൊ തൗബ ചെയ്യുന്നത് ഇപ്പൊ തൗബ ക്ലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ പറയാൻ യഥാർത്ഥത്തിൽ തൗബ ചെയ്യാ, ഒരാൾ പറയാ, ഒരാൾ ഏറ്റു പറയാ, അങ്ങനല്ല. എന്താ ഇപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ? ഇന്നിപ്പോ പല ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഇന്നിപ്പോ തൗബ ചൊല്ലിക്കൊടുക്കണ്ടേ, അതിപ്പോ എങ്ങനെയാ? ഞാനിങ്ങനെ പറയും അല്ലാഹുവേ, അപ്പൊ അടുത്തിരിക്കുന്ന എല്ലാ ഉമ്മമാരും എല്ലാ ഉപ്പമാരും പറയും അല്ലാഹുവേ എന്റെ കണ്ണുകൊണ്ട്, അപ്പൊ നമ്മൾ പറയും എന്റെ കണ്ണുകൊണ്ട്, എന്റെ കാത് കൊണ്ട്, എന്റെ കാത് കൊണ്ട്. നമ്മൾ മൂപ്പർ എന്താ പറയാന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കേട്ടിരിക്കാൻ. എന്താണ് ഇപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ? അത്തൗബത്തു അന്നദം. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ ഖേദിച്ചു മടങ്ങലാണ്. അത് ഞാൻ മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ നിങ്ങൾ മനസ്സ് പൊട്ടി ആമീൻ പറയൂലേ, അതിനാണ് തൗബ എന്ന് പറയാ. നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മുന്നിൽ വെച്ച് നിങ്ങൾ ചൊല്ലുന്ന ആ ഒരു ആമീൻ ഉണ്ടല്ലോ, ആ ആമീൻ തന്നെയാണ് തൗബ. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. പടച്ചവനെ ഈ രാത്രിയിൽ, ലൈലത്തുൽ ഖദ്റിന്റെ ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം കടന്നു വന്ന ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ, ഒരാളെയും സങ്കടപ്പെടുത്തല്ല അല്ലാ, ഒരാളെയും ദുഃഖത്തിൽ ആഴ്ത്തല്ല അല്ലാ, ഒരാളെയും പ്രയാസപ്പെടുത്തല്ല അല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ ഒരു 7 ഫാത്തിഹ നമ്മൾ ഓതാൻ പോവുകയാണ്. ഇൻഷാ അല്ലാ 4 ഖലീഫമാരുടെ പേരിൽ, അള്ളാന്റെ പ്രവാചകരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതാൻ പോവുകയാ. നിങ്ങൾക്കെന്ത് പ്രയാസമുണ്ടോ, നിങ്ങൾക്കെന്ത് നൊമ്പരമുണ്ടോ, നിങ്ങൾക്കെന്ത് കണ്ണീരുണ്ടോ, നിങ്ങൾക്കെന്ത് കഷ്ടപ്പാടുണ്ടോ, അല്ലാഹുവേ അല്ലാഹുവേ ഞാനൊക്കെ ചെയ്യുന്ന എന്തെന്നറിയോ? മനസ്സിന്റെ ഉള്ളിൽ ഒരു വേദന വന്നാൽ ഖലീഫമാരുടെ പേർക്ക് ഫാത്തിഹ ഓതാറുണ്ട്. അതിന്റെ അനുഭവങ്ങൾ അല്ലാഹു എനിക്ക് അറിയിപ്പിച്ചിട്ടുമുണ്ട്. അല്ലാഹുവേ നമ്മളെ ഒരാള് ഫിത്നയാക്കാൻ, ഫസാദ് ഉണ്ടാക്കാൻ വന്നാൽ തിരിച്ചു നമ്മളൊന്നും പറയാൻ പോകരുത്. നമ്മൾ ഫാത്തിഹകൾ ഓതിയിട്ട് ദുആ ചെയ്തോ അതിന്റെ ഇരട്ടിയായിട്ട് അവർക്ക് തന്നെയാണ് അതിന്റെ ബലം ചെന്ന് കയറുക. അവരത് അനുഭവിക്കാൻ
മരണമില്ലാതെ ദുനിയാവിന്റെ പുറത്തൊന്നും മരിക്കൂല. അതിന് 100% ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി ആദ്യം നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. ആർക്കെന്നറിയോ? ഈ ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിക്കാൻ കാരണക്കാരായ മദീനയുടെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേർക്കാണ്. എല്ലാവരും ഒന്ന് ഓതുവോ? ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ സങ്കടങ്ങൾ മാറ്റട്ടെ, അല്ലാഹു നമ്മുടെ വിഷമങ്ങൾ മാറ്റട്ടെ, അല്ലാഹു നമ്മുടെ ആവലാതി മാറ്റട്ടെ. പടച്ചവനെ, ആരൊക്കെയാ നിറഞ്ഞ മനസ്സോടിരുന്നു കൊണ്ട് ഫാത്തിഹകൾ ഓതാൻ പോകുന്നത് അവരെ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അല്ലാഹുവേ ചോദിക്കാ എനിക്കൊരു പവറുമില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, ഈ ഉള്ളവൻ എനിക്കൊരു പവറുമില്ലല്ലോ, എനിക്കതിനുള്ള മനസ്സുമില്ലല്ലോ. അല്ലാഹുവേ, സാധുക്കളായ ഒരുപാട് ഉമ്മമാര് ചെറുപ്പക്കാര് ഒരുമിച്ചിരിക്കുകയാണ് വീട്ടിന്റെ ഉള്ളിൽ. അവര് ഓതുകയാണ്. നമ്മളൊക്കെ എത്രയോ ആളുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഫാത്തിഹകൾ ഓതാൻ പോവുകയാ. അവസാനം ഓരോ കുടുംബത്തിൽ എത്ര ആളുകൾ ഫാത്തിഹകൾ ഓതുന്നെന്നറിയോ? അപ്പൊ എല്ലാ ഫാത്തിഹകളും കൂടെ കൂട്ടിയാൽ ആയിരക്കണക്കാന ഫാത്തിഹകൾ ഓതിയിട്ടാ നമ്മൾ ദുആ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഓതിക്കോ. ഇലാ ഹളറത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. وإلى حضرة خليفة رسول الله. നമ്മൾ ഓതിയത് അള്ളാന്റെ പ്രവാചകരുടെ പേർക്കാണ്. നമ്മൾ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴും അവരെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആരാണ്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾക്കറിയുന്നേ, എന്തോ പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്നേ, വേദന മാറുന്നില്ല സിദ്ദീഖിന്റെ, വേദന മാറുന്നില്ല. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ്, ആരാധനയ്ക്കർഹൻ ഏകനാണെന്ന് ചൊല്ലിയ മുത്തളി നൂറുള്ളാഹ്. അല്ലാഹുവേ, വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ ആദ്യമായി കടന്നു വന്നത് അത് അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണ്. ഈമാനിന്റെ മാധുര്യമുള്ളതാണ്. അതുകൊണ്ട് ഈ ഫാത്തിഹ ഓതുമ്പോ നമ്മൾ ആദ്യം ഓതിയ ഫാത്തിഹകൾ നമ്മൾ കരുതേണ്ടുന്നതല്ല, പ്രവാചകരുടെ പൊരുത്തം കിട്ടണമെന്ന് കരുതണം. ഇനി നമ്മൾ ഓതുന്നത് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ നാളെ നമുക്ക് കാണാൻ കഴിയണം. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പവർ കൊണ്ട് ഈ രാവ് നമുക്ക് സന്തോഷമാകണം. വഇലാ ഹളറത്തി ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹുവേ, ഇത് ഓതിയ മുഴുവൻ ബക്കാർക്കും ഖലീഫ അല്ലാഹുവേ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ തങ്ങളുടെ പൊരുത്തവും ഗുരുത്വവും ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, അവരുടെ കുടുംബങ്ങളിൽ അവരുടെ മഹത്വം നീ നിറച്ചു കൊടുക്കണേ അല്ലാ. അപ്പൊ ഒന്ന് നമ്മൾ അള്ളാന്റെ പ്രവാചകരുടെ പേർക്ക് ഓതി എത്ര ഫാത്തിഹകൾ നമ്മൾ ഇന്ന് പോകുന്നറിയോ? അത് മുഴുവനും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ദുആ ചെയ്യാൻ പോവുക. ഒരുപാട് ഫാത്തിഹകൾ നമ്മൾ ഓതി. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ നമ്മൾ മറന്നിട്ടില്ല, ഓതി. ഇനി ആരാ? രണ്ടാമത്തെ ആരാ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മറക്കാൻ പാടില്ലല്ലോ. ഇന്നും നമ്മൾ മദീനത്ത് പോയാൽ പടച്ച റബ്ബേ മുസ്തഫ നബി തങ്ങളുടെ ഓരത്ത് ചേർന്ന് കിടക്കുന്ന ആ മഹത്തുക്കളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ആളാര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതുകൊണ്ട് നിങ്ങൾ ഓതുമ്പോൾ മദീന ഓർമ്മ വരട്ടെ. അവിടെ കിടക്കുന്ന ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരട്ടെ. പടച്ചവനെ, അവിടെ നിന്ന്
നിറഞ്ഞ മനസ്സോടെ ഓതണേ ചെറുപ്പക്കാരാ. വഇലാ ഹളറത്തി ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الله الله ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹകളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ നീ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട കുടുംബക്കാരെ നീ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഇതിലുള്ള ചെറുപ്പക്കാരെ കാണിക്കണേ അല്ലാ. ഉപ്പമാരെ കാണിക്കണേ അല്ലാ. ഉമ്മമാരെ കാണിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ ആയിരക്കണക്കാന ഫാത്തിഹകൾ, ആയിരമല്ല 10,000കണക്കിന് ഫാത്തിഹകളാ. ഒരു വീട്ടിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ഫാത്തിഹകൾ ഓതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവസാനം നമ്മൾ ഇത് മുഴുവനും വെച്ചിട്ടാ നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നാളെ നിന്റെ സ്വർഗീയ ലോകത്തെ വെച്ച് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ, ഇനി ആരാണ് മൂന്നാമത്തെ ഖലീഫ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അല്ലാഹു നമ്മളെ ഖബൂലാക്കട്ടെ. മൂന്നാമത് നമ്മൾ മറക്കല്ലേ, ആരെന്നറിയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാ അല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അറിയാത്തവരില്ല. തങ്ങളെ മനസ്സിലാക്കാൻ പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരാൾ കടന്നു വന്നിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്, വേദനിക്കുന്നുവെന്ന് പറയുമ്പോ അല്ലാഹുവേ, അള്ളാഹിന്റെ പ്രവാചകർ പറഞ്ഞു വിട്ടു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചെന്നിട്ട് പറ, അവിടെന്ന് മുഹമ്മദ് പറഞ്ഞു വിട്ടെന്ന് പറ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ കടന്നു വന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികില്. ഇതല്ലാഹുവേ രണ്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ തങ്ങളുടെ വേറെ ചരിത്രവും പറയുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് പറയുമ്പോ പറഞ്ഞു, വിളിച്ചിട്ട് പറഞ്ഞു എവിടെ നിന്ന് വരുന്നു? ഞാൻ മുഹമ്മദ് പറഞ്ഞിട്ട് വരുന്നു. വീണ്ടും ചോദിച്ചു എവിടെ നിന്ന് വരുന്നു? മുഹമ്മദ് പറഞ്ഞിട്ട് വരുന്നു. വീണ്ടും ചോദിച്ചു എവിടെ നിന്ന് വരുന്നു? മുഹമ്മദ് പറഞ്ഞിട്ട് വരുന്നു. നിങ്ങൾ എന്നെ കളിയാക്കയാണോ എന്ന് പറഞ്ഞ് പുണ്യ നബിയുടെ അരികത്തേക്ക് പോയിട്ട്, നബിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട മനുഷ്യനുണ്ടല്ലോ, എന്നെ കളിയാക്കി നബിയെ. റസൂലുള്ള വിളിപ്പിച്ചിട്ട് ചോദിച്ചല്ല എന്തിനാ കളിയാക്കിയത്? ഉടൻ തന്നെ പറഞ്ഞില്ല നബിയെ, കളിയാക്കിയില്ല, കളിയാക്കിയില്ല നബിയെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കഥയും ഇതുപോലെ വേറെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടത്തെയുടെ പേര് കേൾക്കപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം വന്നു നബിയേ. അല്ലാഹുവേ, നമ്മൾ എത്ര വട്ടം മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളുടെ ഖൽബ് പിടഞ്ഞോ? നമ്മുടെ മനസ്സ് വേദനിച്ചോ? നമ്മുടെ ഖൽബ് ഒന്ന് പൊട്ടിയോ? അവിടെ മഹാനുഭാവനായ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനുഭാവനായ ഉസ്മാൻ തങ്ങൾ അവിടെ ഒരുപാട് സമ്പത്ത് കൊടുത്തുകൊണ്ട് പറയാ, മോനെ നീ എത്ര പ്രാവശ്യം എന്റെ ഹബീബിന്റെ പേര് പറയുന്നു അത്രയും സമ്പത്ത് ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു പോയ ആ ഉസ്മാൻ തങ്ങളെ മറക്കല്ലേ. അതുകൊണ്ട് ചൊല്ലിക്കോ, ഇലാ ഹളറത്തി ഖലീഫത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണല്ലോ ആ ഖലീഫ ഉമർ അല്ലാഹു ഖലീഫയുടെ പേരിലാണല്ലോ. വൈലാ ഹളറത്തി ഖലീഫത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, ഈ പാതിരാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഞങ്ങൾ ഓതി ഫാത്തിഹകളെ നീ തട്ടല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹുവേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഞങ്ങളെ സ്നേഹിച്ചതിനേക്കാൾ സ്നേഹിച്ചതുപോലെയെങ്കിലും അത്ര എത്തിയിട്ടില്ലെങ്കിലും മുത്ത് നബിയോടുള്ള മഹബ്ബത്ത് നീ തരണേ അല്ലാഹ്, നീ തരണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഇനി നമ്മൾ ഓതാൻ പോകുന്നത് ആരാണ്? വില്ലാളി വീരനായ ധീരശൂരനായ അലിയൻ കറമഹുല്ലാഹ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ്. ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ടവനാണ്. വല്ലാത്ത സ്നേഹമല്ലേ. കരളായ അലിയേ കരളുരുകി വന്നതാ
അവിടത്തെ നേട്ടം എന്നിലായി നിറവുള്ളതാ. ഖൈബർ വാതിൽ എത്രയോ പീഡിച്ചതാ, ദീനിന്റെ പട്ടണമായി വന്നൊരു വെണ്ണിലാ. റഹ്മായ അല്ലാഹുവേ, അലിയാർ തങ്ങളുടെ മഹത്വം കൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹുവേ ഈമാനുള്ള പവർഫുള്ളായ മക്കളാക്കി മാറ്റണേ അല്ലാ. ഓതണം സഹോദര, ഓതണം സഹോദരിമാരെ. വഇലാ ഹദറത്തി ഖലീഫത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. അല്ലാഹുവേ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ മുഴുവനും സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ ഓതിയ ആയിരക്കണക്കാന ഫാത്തിഹകൾ അല്ലാഹുവേ ഈ മഹാരഥരുടെ ഹളറത്തിലെത്തിച്ച് ഞങ്ങളുടെ കുടുംബത്തില് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അതിന്റെ മഹാത്മ്യം നീ ചൊരിക്കണേ അല്ലാ. അതിന്റെ മഹാത്മ്യം നീ ചൊരിക്കണേ അല്ലാ. അതിന്റെ മഹാത്മ്യം നീ ചൊരിക്കണേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ. 4 ഖലീഫമാരുടെ പേരിലും അള്ളാഹിന്റെ പ്രവാചകരുടെ പേരിൽ നമ്മൾ ഫാത്തിഹ ഓതി. മാഷാ അല്ലാഹ്. എല്ലാ കുടുംബക്കാരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ കുടുംബക്കാരെയും അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി നമുക്ക് 2 ഫാത്തിഹയും കൂടെ ഓതാനുണ്ട്. ഒന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് വേണ്ടിയാണ്. വഇലാ ഹളറത്തി മമ്മാതു മിന്നാ മിൻ ആബാഇനാ വ ഉമ്മഹാതിനാ വ ഇഖ്വതിനാ വ അജ്ദാദിനാ വ ജദ്ദിനാ വ ജദ്ദാതിനാ വ അമ്മിനാ വ അമ്മാതിനാ വ ഖാലിനാ വ ഖാലാതിനാ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മക്ക് വേണ്ടിയാ ഞങ്ങൾ ഓതിയത്, ഞങ്ങളുടെ ഭർത്താവിന് വേണ്ടിയാ ഞങ്ങൾ ഓതിയത്, ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾക്ക് വേണ്ടിയാ ഞങ്ങൾ ഓതിയത്, ഞങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയാ ഞങ്ങൾ ഓതിയത്. അല്ലാ, അവരും ഖബറിന്റെ അകത്തട്ടിലാണ് റബ്ബേ. മാലികുൽ മുലൂക്കായ അല്ലാ, അവരുടെ ഖബറിടങ്ങളെ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ, ദുഃഖത്തിന്റെ വീടാക്കല്ലേ അല്ലാ. കൂരിട്ടുള്ള വീടാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഇന്ന് ഈ രാത്രിയില് ഞങ്ങളുടെ വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പുന്നാര ഉമ്മക്ക് വേണ്ടി, പുന്നാര ബാപ്പക്ക് വേണ്ടിയിട്ട് അല്ലാഹുവേ, ഞങ്ങൾ എത്രയോ ഫാത്തിഹകൾ ഓതിയിട്ടാ ഞങ്ങൾ ദുആ ചെയ്യുന്നത്. ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ ഞങ്ങൾ ഓതുമ്പോ അല്ലാഹുവേ, അവരുടെ ഖബറിടത്തിലേക്ക് അതിന്റെ മിത്ല തവാബെത്തിക്കണേ അല്ലാ. തനസ്സലുൽ മലായികത്തു റൂഹ് കടന്നു വരുമെന്ന് പറഞ്ഞതിൽ നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പയുടെ ആത്മാക്കൾ വരുമെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ അവരെ ഓർക്കുന്നുവല്ല, ഞങ്ങൾ അവരെ പറ്റി ചിന്തിക്കുന്നുവല്ല, ഞങ്ങൾ അവരെ പറ്റി ഓർത്തുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, അവരുടെ ഖബറിടങ്ങളിലേക്ക് ഞങ്ങൾ ഓതിയ ഫാത്തിഹകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹു, എനിക്കൊരു പവറുമില്ലല്ലോ റബ്ബേ. പടച്ചോനെ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് ഓതിക്കോ, രോഗിയായി കിടക്കുന്നവരുടെ രോഗം മാറട്ടെ. ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹുവേ, എന്റെ ഉമ്മമാരും ആമീൻ പറയോ, എന്റെ യുവാക്കളും ആമീൻ പറയോ. എന്റെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന അഹ്ലു ബൈത്തിനോട് പറയുകയാണ്, സയ്യിദന്മാരോട് പറയാ, ഇതിലൊരുപാട് സാധുക്കളുണ്ട്. സയ്യിദന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത ബന്ധമുള്ള OM സൈനുൽ ആബിദ് തങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ നമ്മുടെ പരിപാടിക്കുണ്ട്. അല്ലാഹുവേ, അവരോടൊക്കെ പറയാ, കുടുംബക്കാരെ നിങ്ങൾ മറക്കരുത്, അവര് സാധുക്കളാണ്. എന്റെ പ്രിയപ്പെട്ട സയ്യിദന്മാരോട് ദുആ വസിയത്ത് ചെയ്യുകയാ. അവർക്ക് വേണ്ടി എപ്പോഴും നിങ്ങളുടെ ദുആയിൽ ഒരിടം നിങ്ങൾ കൊടുക്കണേ. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അവര് പാപങ്ങളാണ്, സാധുക്കളാണ്. അല്ലാഹുവേ, ഈ ചോദിക്കുന്നവനും പറയുന്നവരും ഒരു പവറുമില്ല റബ്ബേ. ചോദിക്കാൻ തന്നെ അർഹത ഉണ്ടോന്ന് പോലും എനിക്കറിയില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, എന്നാലും എന്റെ സാധുക്കളായവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാ. അവരിൽ ഒരുപാട് വയസ്സായ ഉമ്മമാരുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിലെ പടച്ചോനെ ഞങ്ങൾ ചോദിക്കുകയാണ്. പടച്ചോനെ, ഒരുപാട് കുടുംബക്കാര് അല്ലാഹുവേ ഒരുപാട് ലൈവുകൾ നടക്കുമ്പോഴും ഒന്നിനും കൊള്ളാത്ത എന്നോടൊപ്പം ഒരുമിച്ച് കൂടി അവരാമീൻ പറയുന്ന സാധുക്കളാണ് റബ്ബേ. പടച്ചോനെ, നീ അവരെ ഖായിബാക്കല്ലേ അല്ലാ. അവരുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കണേ അല്ലാ. ഇന്നത്തെ രാത്രി ദുആയുടെ രാത്രിയാണ്. അല്ലാഹുവേ, ഞങ്ങൾ സാധുക്കളാ റബ്ബേ. ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. ഞങ്ങളോദിയ ഫാത്തിഹകളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ അല്ലാ, നമ്മൾ ഒരുമിച്ചൊരു 7 തവണ സൂറത്തുൽ ഖദർ ഓതാൻ പോവുകയാണ്. ഇൻഷാ അല്ലാ, നമ്മൾ ഒരുമിച്ച് 7 തവണ സൂറത്തുൽ ഖദർ ഓതാൻ പോവുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോദിയ പരിശുദ്ധമായ ഈ ഖുർആൻ നീ സ്വീകരിക്കണേ അല്ലാ.
സന്തോഷവും സമാധാനവും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരാളെയും നീ പാഴാക്കല്ല അല്ലാ. ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. ഓ അല്ലാഹുവേ, അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, ഞങ്ങളിൽപ്പെട്ട ഒരാൾക്കും നീ ക്യാൻസർ കൊടുക്കല്ലേ അല്ലാ, അപസ്മാരം കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ബ്ലോക്ക് കൊടുക്കല്ലേ പടച്ചവനെ. അല്ലാ പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന സമയം മൂക്കിലൂടെ വായിലൂടെ ട്യൂബിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ഞങ്ങളുടെ മക്കൾക്ക് തരല്ലേ അല്ലാ. RCCയുടെ അകത്തട്ടിൽ ചെന്ന് കിടന്ന് കണ്ണുനീരോടെ സങ്കടപ്പെടുന്നൊരവസ്ഥ തരല്ല പടച്ചവനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾ നീട്ടുന്ന ഈ കരങ്ങളെ തട്ടല്ല അല്ലാ. അല്ലാഹുവേ, നിന്റെ ദർബാറിലേക്ക്, നിന്റെ മുമ്പിലേക്ക് നീട്ടുന്ന ഈ കരങ്ങളെ അല്ലാഹുവേ, മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്ന ഒരു ഗതികേട് ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ, ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഈ പാവപ്പെട്ട എന്നോട്, സാധുവിനോട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. അല്ലാ, എന്നെ കണ്ടിട്ടല്ല, ഈ സദസ്സിൽ ഒരുപാട് സ്വാലിഹീങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്. അല്ലാ, നീ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ റബ്ബേ. എനിക്കൊരു പവറുമില്ല റബ്ബേ. ഇതിനകത്ത് ആമീൻ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് പടച്ചോനെ. ഈ രാവിന്റെ പവർ കൊണ്ട് മഹത്വം കൊണ്ട് അല്ലാഹുവേ, അവരെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ, ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാതെ പറഞ്ഞവരുണ്ടല്ലാ, അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ജുവല്ലറികൾ നടത്തുന്നവരെന്നെ വിളിച്ചു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സങ്കടങ്ങളും കടങ്ങളൊക്കെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ, കൈവിടല്ലേ അല്ലാ. ഞങ്ങളുടെ കബറുകളുടെ ഉള്ളിൽ കിടക്കുന്ന മാതാവിന്റെ, പിതാവിന്റെ കബറുകൾ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. സന്തോഷത്തിന്റെ വീടാക്കണേ അല്ലാ. ആനന്ദത്തിന്റെ വീടാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരിക്കലും സങ്കടത്തോട്, ബുദ്ധിമുട്ടോട്, കണ്ണുനീരോടുകൂടി കടഞ്ഞുകൂടുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ അല്ലാ. ആരൊക്കെ എന്തെല്ലാം ആഗ്രഹം പറഞ്ഞോ, ആ ആഗ്രഹങ്ങളെ മുഴുവൻ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഖൈറും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. വേദനകളും ദുഃഖങ്ങളും കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, പ്രയാസങ്ങൾ കൊടുത്തുകൊണ്ട് സങ്കടത്തിലാക്കല്ല അല്ലാ. മാലിക്കുൽ മുലൂക്കായ പടച്ചവനെ, ഞങ്ങളുടെ ദുആയ സ്വീകരിക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.